ജീവിതത്തിലെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരു സാധനം അതെന്താണ്? കമന്റ് ചെയ്യട്ടോ. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ? ഞാനെന്തിനാണ് അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്? ലാലിന് തന്നെ മാർക്ക് കൊടുക്കാൻ പോയ സാധനമാണ്. നിങ്ങൾക്ക് ഇനി വേറെ ഉത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് ഉത്തരം കിട്ടാത്ത ചില സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ IELTS അങ്ങ് പഠിക്കുക. അപ്പം എല്ലാവരും പറയുന്നുണ്ട് നേഴ്സ് അല്ലേ OET പഠിക്കുക. അപ്പം ഞാൻ പറഞ്ഞ എല്ലാവർക്കും പാടുള്ളത് ഞാൻ പഠിച്ച് പാസ്സായി കാണിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ IELTS എടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. എൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് 3 പ്രാവശ്യം എഴുതി. 3 പ്രാവശ്യം ഞാൻ തോക്കുക. അപ്പം എനിക്കിനി മനസ്സിലായി ഇത്രയൊക്കെ പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പിന്നെയും തിരിച്ച് വരാഞ്ഞ്. അങ്ങനെ ഞാൻ പിന്നെയും തിരിച്ചു വരാഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെയും തിരിച്ചു വരാഞ്ഞ്. അപ്പൊ ഇതിനു മുമ്പും പോയിട്ടുണ്ട്. ഓക്കെ, തിരിച്ചു വരാഞ്ഞ്. അങ്ങനെ ഞാൻ ഒക്ടോബർ 30 ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ചെന്നു. ഞാൻ പറഞ്ഞ മാതാവ് ഞാൻ OET പഠിക്കാൻ പോകുക. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പൈസ ഏൺ ചെയ്യാൻ പറ്റി അങ്ങനെ ഇരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ മാത്രം അതിനകത്ത് പറഞ്ഞാൽ മതി. ക്രിക്കറ്റ്, ടെന്നീസ്, ഫുട്ബോൾ അങ്ങനെ ഏത് ഗെയിം ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. അതല്ല ഗെയിം കളിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതെങ്കിൽ യന്ത്രബന്ധം, ലൂഡോ, ഏവിയേറ്റർ ഇതെല്ലാം ഇതിനകത്തുണ്ട്. 24 hours വിഡ്രോവൽസ് ആൻഡ് ഡെപ്പോസിറ്റ് അവൈലബിൾ ആണ്. 50,000-ഓളം ജോയിനിങ് ബോണസ് വരുന്നതാണ്. വിൻബസ് നിങ്ങൾക്ക് 24/7 കസ്റ്റമർ സപ്പോർട്ട് തരുന്നുണ്ട്. സോ വൈ വെയിറ്റ്? ലിങ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. വിൻബസ് ഈസ് ദേർ ഫോർ യു. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ പഠിക്കാൻ ചേർന്നു. 2 മാസം ഞാൻ പഠിച്ചു നല്ലോണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി. എനിക്ക് മൂവാറ്റുപുഴയിലെ എക്സാം. ഞാൻ അവിടെ വരെ പ്രത്യക്ഷീകരണം ചൊല്ലിപ്പോയി. എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളുടെ റിസൾട്ട് ഇതേ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു. മാതാവ് കൊള്ളാമല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള മാതാവൊന്നും മാതാവല്ലേ? ഈ കൃപാസനത്തിലെ മാതാവിന് മാത്രമേ അനുഗ്രഹമുള്ളൂ. എനിക്ക് മനസ്സിലാണല്ലോ. ഒരു കോമൺ സെൻസ് ഇല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള മാതാവ് തന്നെയല്ലേ ഈ പറയുന്ന കൃപാസനത്തിലുള്ള മാതാവ്? അത് ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ കിട്ടാത്ത എന്താണ് അവിടെ കിട്ടുന്നത്? ഇതുകൊണ്ട് കുടുങ്ങിച്ചിരിക്കുന്ന മറ്റു മതക്കാര് ആരും പോകരുത്. ഞാൻ ഊറ്റി വെച്ചേക്ക്. അതെന്താണ്? കുട്ടികളുടെ പരീക്ഷാ വിജയത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിദ്യാഗോപാല മന്ത്രം കൊണ്ട് ഗുരുവായൂരപ്പനെ സ്തുതിക്കുകയാണ് വേണ്ടത്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാമാശി പ്രയച്ഛമേ. ഇതാണ് വിദ്യാഗോപാല മന്ത്രം. ഇതിനോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളും ഇവിടെ പേനയും പുസ്തകവും ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് വഴിപാടായി സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല അത് വലിയ സംഭവം തന്നെയാണല്ലോ. അത് മാത്രമല്ല നാരായണീയത്തിലെ 82ാമത്തെ ദശകമായിട്ടുള്ള ബാണയുദ്ധം ചൊല്ലി നമസ്കരിക്കുന്നതും വിജയത്തിന് അനിവാര്യമാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കൃപാസനത്തിൽ പോയത് വെറുതെ ആയോ കൊച്ച്? ഇവിടെ വന്നാ മതിയോ? അത് ഇത് ചൊല്ലിയാ മതിയോ? എല്ലാവരും ഇത് ചൊല്ലിയാ മതി കേട്ടോ. തോറ്റ് കിടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ IAS ഒക്കെ ആകാൻ ആഗ്രഹമുള്ളവരെങ്കിൽ പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഇത് ചൊല്ലിയാ മതി. നിങ്ങളുടെ വീട്ടിൽ മതഭ്രാന്തന്മാരായിട്ടുള്ള പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ കരുതുക. പക്ഷെ എന്നാലും അവർ പറയും മക്കളെ ഇരുന്ന് പഠിക്ക്, 5 മണിക്ക് തല്ലിയിരുന്നേപ്പിക്കും, പഠിക്ക് ഇല്ലേ? അപ്പൊ അവർക്കറിയാം. അപ്പൊ അവര് വേറൊരു കോണങ്ങൾ ഡയലോഗ് അടിക്കും, താൻ പാതി ദൈവം പാതി. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ അന്ധവിശ്വാസമാണ്. ഞാനും ദൈവവിശ്വാസമാണ് കേട്ടോ. പക്ഷെ എന്റെ വിശ്വാസം എന്റെ ഉള്ളിലാണ്. എല്ലാവരുടെ വിശ്വാസം അവരുടെ ഉള്ളിൽ മതി. അല്ലാണ്ട് ഇതിങ്ങനെ തൊലിച്ചു കെട്ടി പുറത്തു പോയി പ്രസംഗിച്ചു തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുറെ പേര് വഴിയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തൊരു തൂക്കിടാന്ന് ആലോചിക്കും. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. അതിനു മുമ്പ് ഒരാളെ കൂടി ഊക്കാനുണ്ട്. കൈവിടല്ലേ. സ്വർഗത്തിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ 70 റൂം ഉണ്ടാവും. ഒരു റൂം തന്നെ 120 കിലോമീറ്റർ ഉണ്ടാവും. അത്രയും വിശാലമായ ലോകമാണ് സ്വർഗം. അതെ, സ്വർഗത്തിലെ ഫുഡൊന്നും ഈ നിൽക്കുന്നത് എവിടെയാ? എന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? ഈശ്വര, ഞാൻ സ്വർഗത്തിലെത്തിയ എന്നെ ചേർത്തു വെക്കണേ. കേക്കട്ട്. സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട. ഇങ്ങനെ മൂക്കിൽ അതിന്റെ മണം കിട്ടിയാൽ മതി. എന്തായിരിക്കും ഈ കൊച്ചി പിള്ളേരൊക്കെ സ്വർഗത്തിലാന്ന് പറയുന്നതിന്റെ കാര്യം അതാണല്ലേ? നമ്മ പറഞ്ഞാണ്. സ്വർഗത്തിൽ ഒരു ആപ്പിൾ പറിക്കുമ്പോ 2 ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടാവും. പറിക്കുമ്പോഴേ ഒരാപ്പിള് 2 ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടാവും. പറിക്കുമ്പോഴേ ഒരാപ്പിള് 2ആയിട്ട് കിട്ടും. അപ്പൊ ആ ഒരാപ്പിളാണ് ന്യൂട്ടന്റെ തലയിൽ കാണുന്നത്. പക്ഷെ എന്റെ ദൈവമേ, ചേട്ടൻ എന്തിനാണ് ചേട്ടാ ഇങ്ങനെ നിന്ന് സമയം കളയുന്നത്? സ്വർഗത്തിലേക്ക് ഭൂമിയിൽ നിന്ന് സമയം കളയല്ലേ പ്ലീസ്. വാവ്, ഇംഗ്ലീഷ് അറബിയിൽ സംസാരിക്കാൻ പാടില്ല നിങ്ങൾക്ക്? അതാ മനസ്സിലാത്ത പോലും. ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ല ഉണ്ടായാല്, സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും. ആ നിൽക്കുന്ന വാഴയാണ് ഈ ഒരു വാഴയിൽ തന്നെ 100കണക്കിന് കുലകൾ.
കൊലയോടുകൂടി തന്നെ പ്രസവിച്ചല്ലോടോ. ഒരു കുലയിൽ ആയിരക്കണക്കിന് പഴങ്ങൾ. ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയുമിന് കടിക്കുമുണ്ടാവും തേനിങ്ങനെ ഉറ്റു. ഇത് എന്നതായി പറയുന്നേ? ഒരു കുലയിൽ ആയിരക്കണക്കിന് പഴങ്ങൾ. പഴം പുളിച്ചു വരുമ്പോ തേൻ വരുമെന്ന്. തേനിങ്ങനെ ഉറ്റു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും സ്വർഗം? ആ 10,000 കണക്കിലുള്ള വാടകളിൽ ഒരെണ്ണമാണിത്. തേനിങ്ങനെ ഉറ്റു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും സ്വർഗം? ഒരു പക്ഷി പറന്നു പോകുമ്പോൾ ഒരാൾ വിചാരിച്ച് ഇതെങ്ങാനും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അൽഫാം, ഡ്രൈ ചിക്കൻ വിചാരിക്കുമ്പോഴേക്കുണ്ടാവും ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി ഹിയർ. എന്തൊക്കെയാണ് പറയുന്നത്? വിചാരിക്കുമ്പോഴേക്കുണ്ടാവും ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി ഹിയർ. എന്താ ഉദ്ദേശിച്ചേ? എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് മാറിപ്പോയതാണോ? ഞാൻ നേരത്തെ പറയാമെന്ന ഉദാഹരണം ഇനി പറയാം. നിങ്ങൾ ശരിക്കും ആലോചിക്കുക കേട്ടോ. നിങ്ങൾ വഴിയെ പോകുന്ന ഒരാളോട് എന്ന് വെച്ചും ചേട്ടാ സമയം എത്രയായി, അല്ലെങ്കിൽ ചേട്ടാ ഇങ്ങോട്ടുള്ള വഴി എങ്ങനെയാണ് എന്ന് ചോദിക്കണം. ഏത് മതക്കാരായിക്കോട്ടെ, ഓക്കെ. അവർ നിങ്ങളോട് പറയും മകനെ സമയം എത്രയായി, അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട സ്ഥലം ഇങ്ങനെയാണ്, തിരുവനന്തപുരത്തേക്ക് പോകേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞു തരും. മറിച്ച് നിങ്ങൾ എന്ന് വെച്ചും മതം സംസാരിച്ച് നോക്കാം ആ വ്യക്തിയോട്. അത് വേറൊരു മതത്തിലുള്ള ഒരാളാണെങ്കിൽ പോട്ടെ, നിങ്ങളോട് വന്നിച്ച ഒരാൾ മതം സംസാരിച്ച് എങ്ങനെ ഇരിക്കും? വേറൊരു മതത്തിലുള്ള ഒരാൾ നിങ്ങളോട് വന്നിച്ചും വേറെ മതത്തെ പറ്റി സംസാരിച്ച് എങ്ങനെ ഇരിക്കും? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? മതം എന്ന് പറയുന്നത് എത്രയും വിഷമാണ് എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ്. കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ മതം, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിക്കും. ഞാനും വിശ്വാസിയാണ്, ഞാൻ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിക്കാറ്. ഒരു കല്ലേറ് ദൂരം മാറുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനിങ്ങനെ കൊട്ടിക്കൊഴിച്ച് നടക്കാറില്ല. ഒരു പുണ്യാളച്ചൻ വന്നിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സബ്ജക്ട് സംസാരിക്കുമ്പോൾ തന്നെ ഈ കമന്റ് ബോക്സിൽ പൂക്കുവരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിശ്വാസങ്ങളുടെ വണം പൊട്ടും. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ലോകം എങ്ങോട്ടാ പോകുന്നത്? ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക. സ്നേഹിക്കുന്നവർ സ്നേഹിക്കാൻ പഠിക്കുക. അത്രയും പഠിച്ചാൽ പോലെ എന്റെ അപ്പുറത്തേക്ക് എന്തോന്നു പറക്കാൻ പറ്റണില്ല. സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത് പോലും അറിയാത്ത, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ പോലും അറിയാത്ത വഴി കിടക്കുന്ന അനാഥരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. കമന്റ് ചെയ്യട്ടോ. ഇവരൊക്കെ ഏത് ദൈവത്തിൽ നിന്നുണ്ടായതാ? ഞാൻ സംസാരിക്കുമ്പോൾ ഞാനൊരു വ്യത്യസ്തമാണ്, അന്ധവിശ്വാസിയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൂട്ടും. എനിവേ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഏത് മതത്തിലുള്ള ആളായിക്കോട്ടെ, ഏത് കാറ്റഗറി ഉള്ള ആളായിക്കോട്ടെ, ഏത് നിറത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങളോട് ആ വ്യക്തി എങ്ങനെ പെരുമാറുന്നു അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറുന്നു. അതെനിക്ക് പറയാം. സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഓന്റെ ഒരു അവസ്ഥ എന്തിനോ എന്തിനോ ഓൻ വന്ന് ചട്ടുകത്തിന് അടിക്കും. ചേച്ചി കഞ്ഞി വെക്ക് വേഗം. അയ്യോ, ഇനിയിപ്പോ പറയും സ്ത്രീകൾ കഞ്ഞി വെക്കാൻ വേണ്ടിയാണ് ജനിച്ചേക്കുന്നത്. അങ്ങനെ കുറെ ഓവർ പ്രോഗ്രസീവ് ഫുണ്ടാവും. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ? ഓൻ എന്തിന്റെ സൂക്കേടായിരുന്നു? കമന്റ് ചെയ്യട്ടോ. എന്റെ മോനെ, ഇതിന് വല്ല മതമുണ്ടോ സുഹൃത്തുക്കളെ? ഈ ജീവിക്ക് എന്തെങ്കിലും മതമുണ്ടോ? എല്ലാ മതക്കാരും ഇങ്ങനത്തെ പട്ടികളെയും പൂച്ചകളെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് മതമില്ല. അവരെന്തൊരു ഹാപ്പി അല്ലേ? നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, കൺഫ്യൂഷൻ ആക്കും. ഇതിനും നിങ്ങൾ ഏതെങ്കിലും തൊലിഞ്ഞ രീതിയിൽ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഡോണ്ട് മൈൻഡ്. വിളയാട്ടം. ഇത് ഏതാ ഈ പാട്ട്? നിങ്ങളിത് എന്ത് തേങ്ങടാ? ഇത് കാണുന്ന യേശു. നീയൊക്കെ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത്? വളവളന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന അല്ലാണ്ട് എന്നതാ പറയുന്നേ? ഇപ്പൊ കുറെ ആളുകൾ പറയും ഇത് മറ്റേ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം കിട്ടിയതാണ്.
ഇത് കുറെ നേരം നാക്കിട്ട് അളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കടന്ന് പറയും ആൾക്കാർ. എനിക്ക് ധ്യാന കേന്ദ്രത്തിൽ നിന്നുണ്ടായ ഒരു വൃത്തിയായിട്ട് അനുഭവം പറയാം. അതോടെ ഞാൻ മതിയാക്കിയതാണ് ഈ ധ്യാന കേന്ദ്രം. കാരണം എന്താ വെച്ചാൽ ഒരു അച്ഛനുണ്ട്, അച്ഛൻ്റെ പേര് വേണമെങ്കിൽ അവസാനം പറയാം. ആ അച്ഛൻ ധ്യാനത്തിൽ പറയുവാണ്, കറുത്ത വസ്ത്രം ഇടരുത്. കറുത്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വസ്ത്രമാണ്, അതുകൊണ്ട് എല്ലാവരും അങ്ങനത്തെ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടി കറുത്ത ഡ്രസ്സ് ഊരിയിട്ട് ഇടുക. ഞാൻ കൊടുത്തില്ല എൻ്റെ ഡ്രസ്സ്, കാരണം പുതിയ ഷർട്ടാണ്, അതെൻ്റെ ചേട്ടൻ്റെ. അതെല്ലാം ഞാൻ എടുത്ത് കൊടുത്തത് തീർന്ന് എന്നെ കല്ലിക്കൊല്ലും. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, പുറത്ത് വിദേശത്ത് അമേരിക്കയിലുള്ള അച്ഛന്മാരൊക്കെ കറുത്ത ലോഹയല്ലേ ഇടുന്നേ, അവരപ്പോ പിശാചുക്കളാ? വേറൊരു സംഭവം കൂടി പറയാം. ധ്യാനം കഴിഞ്ഞ് അച്ഛൻ പറയുവാണ്, ഉണ്ണീശയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ എന്ത് കൊടുക്കും, എത്ര രൂപ കൊടുക്കും എന്നാണ് അച്ഛൻ്റെ ചോദ്യം. ഉടനെ പിള്ളേരെല്ലാവരും കൂടി 100, 200, 300, 500 ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പൊ ഒരു കൊച്ചു മാത്രം, ആ കൊച്ചു പാവപ്പെട്ട വീട്ടിലാന്ന് തോന്നുന്നു, ആ കൊച്ചിൻ്റെ 5 രൂപയുള്ളൂ. ആ കൊച്ചിൻ്റെ ഉള്ളതാണത്, അവിടെ എത്ര ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടേ കൊടുത്തപ്പോൾ ഈ അച്ഛൻ മൈക്കിൽ കൂടി വിളിച്ച് പറയുവാണ്, 5 ഗുണവ ആർക്ക് വേണത്, ഉണ്ണീശയ്ക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് എന്നെ കൂടെ ഇടുക ആ കൊച്ചിൻ്റെ കയ്യിലേക്ക്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ബിസിനസ്. ആ അച്ഛൻ്റെ പേര് ഞാൻ പറയട്ടെ,